ഇതുപോലൊരു മേയർ കേരളത്തിൽ ട്രിവാൻഡ്രത്തില്ല, ട്രിവാൻഡ്രത്ത് വരാൻ പോകുന്നുമില്ല. ആര്യ രാജേന്ദ്രൻ എന്ന് പറയുന്നൊരു മേയർ ആരാണെന്ന് പോലും ഞങ്ങൾക്കറിയത്തില്ല. എന്താണ് ചെയ്ത് കൂട്ടിയതെന്ന് ഞങ്ങൾക്കറിയത്തില്ല. കാരണം ആര്യ രാജേന്ദ്രന് ഞങ്ങൾ കണ്ടിട്ടുണ്ട്, പക്വതയില്ലാത്തൊരു പെൺകുട്ടി, അതേ ഞങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ. പക്വതയില്ലാത്തൊരു പെൺകുട്ടിയാണ് മേയറാക്കണമെന്ന് വെച്ചാൽ. മേയറെന്ന് പറഞ്ഞാൽ നഗരമാതാവാണ്. ആ നഗരമാതാവ് എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിവുള്ളൊരു വ്യക്തി ആക്കണമായിരുന്നു. അവരാക്കിയിരുന്നെങ്കിൽ അവർക്ക് ഇന്നും നിലനിന്ന് പോകാന്. പക്ഷേ വിവിയെ പോലൊരു മേയർ കേരളത്തിൽ ട്രിവാൻഡ്രത്ത് വന്നു, നല്ലൊരു വ്യക്തിയാണ്. ആ വ്യക്തിയെ കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതെല്ലാം ചെയ്യുന്നുണ്ട്. ട്രിവാൻഡ്രം എന്താണെന്ന് കാണിച്ചു കൊടുക്കുകയാണ്. മേയർ എന്താണെന്ന്, മേയർ സ്ഥാനം എന്താണെന്ന് കാണിച്ചു കൊടുക്കുന്ന ഒരു വ്യക്തിയാണ് വിവി. അതുപോലെ തന്നെ ആശാനാഥ് ഡെപ്യൂട്ടി മേയർ. തിരുവനന്തപുരത്തെ 45 വർഷത്തെ ഭരണത്തിന് ശേഷം പുതിയൊരു നേതൃത്വം കോർപ്പറേഷനിൽ വന്നിരിക്കുകയാണ്. അപ്പോൾ അതിനുശേഷമുള്ള ആദ്യത്തെ പൊങ്കാലയാണ്. നിരവധി അഴിമതി കഥകളാണ് കഴിഞ്ഞ വർഷങ്ങളിൽ അല്ലെങ്കിൽ മുൻ വർഷങ്ങളിൽ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഈ പുതിയൊരു നേതൃത്വത്തിനെ കുറിച്ച് അല്ലെങ്കിൽ അവർ ഈ ഒരു അഴിമതി രഹിതമാണോ പ്രതീക്ഷിക്കുന്നത് എന്നുള്ള കാര്യം നമുക്ക് ഇവിടുത്തെ ജനങ്ങളോട് തന്നെ ചോദിക്കാം. ചേട്ടാ, ഇപ്പോൾ പുതിയ കോർപ്പറേഷനിൽ പുതിയ അധികാരികൾ വന്നിട്ടുണ്ട്, പുതിയ നേതൃത്വം വന്നിട്ടുണ്ട്. അതിനുശേഷം ഉള്ള ഒരു പൊങ്കാലയാണ്. അപ്പോൾ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ആയിട്ട് നമുക്ക് ഒരുപാട് അഴിമതികളും കാര്യങ്ങളും ഒക്കെ ഒരു പൊങ്കാല കഴിഞ്ഞതിന് ശേഷം പുറത്തു വന്നിരുന്നു. അപ്പോൾ എന്താണ് പുതിയ പ്രതീക്ഷകൾ വയ്ക്കുന്നത്? എന്തൊക്കെയാണ് പുതിയ പ്രതീക്ഷകൾ വയ്ക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ വർഷത്തെക്കാളും അവരുടെ എന്താ പറയേണ്ടത്, അവരുടെ ഒരുക്കങ്ങൾ കുറച്ചുകൂടെ നല്ല രീതിയിൽ പോകുന്നു എന്ന് ജനങ്ങൾ മനസ്സിലാക്കി വരുന്നു. പിന്നെ ഈ പറഞ്ഞ കണക്ക് 45 ദിവസം 50 ദിവസമല്ലേ ആയുള്ളൂ. അപ്പോൾ 50 ദിവസത്തിനകത്തുള്ള ഇവിടെ BJP ഭരണത്തിൻ്റെ ആദ്യത്തെ പൊങ്കാലയാണ്. അപ്പോൾ അതിനനുസരിച്ച് അവർ കുറച്ചുകൂടെ കാര്യങ്ങൾ കഴിഞ്ഞ വർഷത്തിനേക്കാൾ കുറച്ചുകൂടെ മെച്ചപ്പെട്ട രീതിയിൽ കാര്യങ്ങൾ നടത്തുന്നു എന്നാണ് ജനങ്ങൾക്ക് മനസ്സിലായി തുടങ്ങിയത്. പിന്നെ രാഷ്ട്രീയപരമായിട്ടുള്ള ഇതൊരു പൊതു ഇതായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് മേയറും അവരുടെ സഹാക്കളും, പ്രത്യേകിച്ച് മേയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ പ്രതിപക്ഷത്തിരിക്കുന്ന LDFൻ്റെ പോലും പിന്നെ എന്താ പറയണ്ട വാർഡ് കൗൺസിലർമാരുടെ നല്ല രീതിയിലുള്ള സഹകരണവും നല്ല രീതിയിലുള്ള അവരുടെ വാർഡിലും നല്ല രീതിയിൽ മുന്നോട്ട് വരണം എന്നുള്ള രീതിയിലാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇപ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യത്തിനെക്കാട്ടി എന്താ പറയണ്ട ഒരു അഴിമതി രഹിതമായ ഒരു പൊങ്കാലയായിരിക്കും എന്ന് നമ്മളെല്ലാം പ്രതീക്ഷിക്കുന്നു. എന്തായാലും പൊങ്കാല കഴിയുമ്പോഴത്തേക്ക് നമുക്ക് അതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ പറ്റുമല്ലോ. പൊങ്കാല കഴിയുമ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ ചുടുകെട്ട വാരലും മറ്റുള്ള കാര്യങ്ങളൊന്നും ഇല്ലാതെ നല്ല രീതിയിൽ കഴിഞ്ഞു പോകും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഭക്തജനങ്ങളുടെ താല്പര്യം, അവരുടെ ഒരു ഇഷ്ടാനുസരണം പ്രവർത്തിക്കുന്ന ഒരു ഭരണം അതങ്ങനെ തന്നെ ആവണമല്ലോ. എല്ലാ തരത്തിലും ഏത് മേഖലയിലായിരുന്നാലും ഏത് മതത്തിലായിരുന്നാലും നമ്മൾ വിശ്വസിക്കുന്ന പ്രസ്ഥാനത്തിനെ നിലനിർത്തിക്കൊണ്ട് അവരുമായിട്ട് സഹകരിച്ചു പോകുക എന്നുള്ളതാണ് ഏതൊരു ഭരണകർത്താക്കളുടെയും രീതി. അപ്പോൾ അതങ്ങനെ തന്നെ ആവും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. മാറ്റം ആരാണല്ലേ പ്രതീക്ഷിക്കാത്തത്? തീർച്ചയായിട്ടും മാറ്റം ആരാണ് പ്രതീക്ഷിക്കാത്തത്? ഇത്രയും നാൾ ചോദിച്ചുകൊണ്ടിരുന്നത് മാറ്റം വന്നല്ലോ. ജനങ്ങളല്ലേ മാറ്റം വരുത്തിയത്, രാഷ്ട്രീയ അധികാരികളോ മറ്റുള്ളവരോ ഒന്നും അല്ലല്ലോ. ജനങ്ങൾ തന്നെയാണ് മാറ്റം വരുത്തിയത്. ഇനിയും ഭാവിയിലും ജനങ്ങൾ തന്നെ മാറ്റം വരുത്തും. പൊങ്കാലയ്ക്ക് ഇനി കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ പുതിയ കോർപ്പറേഷനിൽ പുതിയ ഭരണം വന്നതിന് ശേഷമുള്ള ഒരു പൊങ്കാലയാണ്. അപ്പോൾ കഴിഞ്ഞ വർഷമൊക്കെ അല്ലെങ്കിൽ അതിൻ്റെ മുമ്പത്തെ വർഷമൊക്കെ ഒരുപാട് അഴിമതികൾ രേഖപ്പെടുത്തിയിരുന്നു, വാർത്തകളൊക്കെ പുറത്തു വന്നിരുന്നു. അപ്പോൾ എന്തൊക്കെ ഒരു മാറ്റങ്ങളായിരിക്കും പുതിയ ഭരണം വന്നതിന് ശേഷം പ്രതീക്ഷിക്കുന്നത്? പുതിയ ഭരണം വന്നതിന് ശേഷം പ്രതീക്ഷിക്കണമെന്ന് വെച്ചാൽ, ഒന്ന് നമ്മളെ ക്ലീൻ സിറ്റി അത് നല്ല രീതിയിൽ കൊണ്ടുപോകണമെന്നാണ് ആഗ്രഹം. കാരണം ഈ അഴുക്കുകൾ പല സ്ഥലത്തും വലിച്ചെറിയുന്നതും മറ്റ് ആ മാലിന്യങ്ങളൊക്കെ ഈ ആൾക്കാർ കാണാത്ത സ്ഥലങ്ങളിലൊക്കെ വലിച്ചെറിയുന്നത്, അത് ജനങ്ങളാൽ സർക്കാരിലെ ഉദ്യോഗസ്ഥരായാലും മറ്റ് പൈസക്കാരായാലും മറ്റ് ആധിപത്യമുള്ള ആൾക്കാരായാലും ചെയ്യുന്നത് എല്ലാവരും ഡോർ തുറന്ന് വലിച്ചെറിയുന്ന ഒരു സ്വഭാവം നമ്മളെ ക്ലീൻ സിറ്റിക്കുണ്ട്. അതിപ്പോൾ ഒരു ഭരണസമിതി വന്നുകൊണ്ട് അതിൻ്റെ പുറകെ ഒരു നടന്നാലേ പിടിക്കാൻ പറ്റുമെന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല. അത് ജനങ്ങളാൽ അവർ സ്വന്തമായി തീരുമാനിച്ച് എടുക്കേണ്ട ഒരു കാര്യമാണ്. ഇപ്പോൾ കണ്ണിൽ കാണാത്ത ഒരു സ്ഥലത്തോടെയും കൊണ്ടുവന്ന് കുറേ മാലിന്യം വലിച്ചെറിയുക, അതങ്ങനെ പട്ടിയും പൂച്ചയൊക്കെ കടിച്ച് വലിച്ച് റോഡിലിടുക, അത് മറ്റുള്ളവർക്ക് അസുഖം പരക, ഇതൊന്നും നല്ല കാര്യമേ അല്ല. അതുകൊണ്ട് അവർ അതിൻ്റെ പുറകെ നടക്കുക എന്ന് വെച്ചാൽ ബുദ്ധിമുട്ടാണ്. എല്ലാവരും കൂടെ അത് സഹകരിച്ച് പോയാൽ മാത്രമേ ഭരണം നന്നാവുള്ളൂ. കഴിഞ്ഞ നാടുകളിലൊക്കെ ഒരു ചുടുകട്ടയുടെയൊക്കെ ഒരു അഴിമതി അല്ലാതെ കുറച്ച് അഴിമതികളൊക്കെ പുറത്തു വന്നല്ലോ. അപ്പോൾ അത്തരത്തിലുള്ള ഒരു അഴിമതിയിൽ നിന്നുള്ളൊരു മാറ്റം അതിനെപ്പറ്റി പറയാനൊന്നും ഞാൻ ആളല്ല, അതിനെപ്പറ്റിയൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ ഈ പൊതുവെ കാണുന്ന ഒരു ഓട്ടോ ഡ്രൈവർ എന്നുള്ള നിലയിൽ ഈ പൊതുവെ നിരത്ത് കാണുന്ന കാര്യങ്ങളാണ് ഈ പറഞ്ഞത്. അത് എല്ലാവരും സഹകരിക്കുക, ഞാനടക്കം. അത് വലിച്ചെറിയാൻ പാടില്ല എന്നുള്ളത് സ്വയം മനസ്സിലാക്കി തീരുമാനിക്കുന്ന ക്ലീൻ സിറ്റി ആയിരിക്കും. അത്രേ ഉള്ളൂ. താങ്ക് യു. കഴിഞ്ഞ വർഷമൊക്കെ പൊങ്കാല കഴിഞ്ഞപ്പോഴത്തേക്കും കോർപ്പറേഷനിൽ നിന്നും ഒരുപാട് അഴിമതികളുടെ
വാർത്തകൾ പുറത്തു വന്നിരുന്നു. അപ്പോൾ ഇപ്പോഴും കുറേ 45 വർഷത്തിന് ശേഷം പുതിയ ഭരണം, നഗരസഭാ ഭരണം വന്നിരിക്കുകയാണ്. അപ്പോൾ എന്താണ് ഈ പൊങ്കാല കഴിയുമ്പോൾ അത്തരത്തിലുള്ള ഒരു അഴിമതികൾ നടക്കുമോ, അല്ലെങ്കിൽ ജനങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ടവർ അത്തരത്തിൽ ആ ഒരു അഴിമതിരഹിത വ്യക്തികളായിരിക്കും? എന്താണ് ചേട്ടൻ പ്രതീക്ഷിക്കുന്നത്? ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇതുപോലൊരു മേയർ കേരളത്തിൽ ട്രിവാൻഡ്രത്തില്ല, ട്രിവാൻഡ്രത്ത് വരാൻ പോകുന്നുമില്ല. ആര്യ രാജേന്ദ്രൻ എന്ന് പറയുന്നൊരു മേയർ ആരാണെന്ന് പോലും ഞങ്ങൾക്കറിയത്തില്ല. എന്താ ചെയ്ത് കൂട്ടിയതെന്ന് ഞങ്ങൾക്കറിയത്തില്ല. കാരണം ആര്യ രാജേന്ദ്രന് ഞങ്ങൾ കണ്ടിട്ടുണ്ട് പക്വതയില്ലാത്തൊരു പെൺകുട്ടി, അതേ ഞങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ. പക്വതയില്ലാത്തൊരു പെൺകുട്ടിയെ മേയറാക്കണമെന്ന് വെച്ചാൽ, മേയർ എന്ന് പറഞ്ഞാൽ നഗരമാതാവാണ്. ആ നഗരമാതാവ് എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിവുള്ളൊരു വ്യക്തിയെ ആക്കണമായിരുന്നു. അവരാക്കിയിരുന്നെങ്കിൽ അവർക്ക് ഇന്നും നിലനിന്ന് പോയനെ. പക്ഷേ വിവിയെ പോലൊരു മേയർ കേരളത്തിൽ ട്രിവാൻഡ്രത്ത് വന്നു, നല്ലൊരു വ്യക്തിയാണ്. ആ വ്യക്തിയെ കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതെല്ലാം ചെയ്യുന്നുണ്ട്. ചെയ്ത് ട്രിവാൻഡ്രം എന്താണെന്ന് കാണിച്ചു കൊടുക്കുകയാണ്. മേയർ എന്താണെന്ന്, മേയർ സ്ഥാനം എന്താണെന്ന് കാണിച്ചു കൊടുക്കുന്ന ഒരു വ്യക്തിയാണ് വി. അതുപോലെ തന്നെ ആശാനാഥ് ഡെപ്യൂട്ടി മേയർ. BJPയുടെ എല്ലാ പ്രവർത്തകരും എല്ലാ കൗൺസിലർമാരും ഒരേ കെട്ടാറ്റ് നിന്നാണ് ഇന്ന് ഈ വിജയം കൈവരിച്ചേക്കുന്നത്. ഈ ഒരു വിജയം കിട്ടിയത് ട്രിവാൻഡ്രത്തിന് കിട്ടിയ ആദ്യത്തെ ഒരു വിജയം, വൻ വിജയമായിട്ട് കാണാൻ പറ്റുള്ളൂ. നമുക്ക് ആദ്യമായിട്ട് കിട്ടിയതാണ് ആ ഭരണം കയ്യിൽ കിട്ടിയ എന്നും പറഞ്ഞ് അവരെ അഹങ്കരിക്കുകയോ അവർ മറ്റു രീതിയിൽ കാണുകയോ ചെയ്യുന്നില്ല. വി രാജേഷ് എന്ന് പറയുന്നൊരു വ്യക്തി എല്ലാവരുടെ കണ്ണിലും ഉണ്ട്. മുമ്പേ 18 മണിക്കൂർ വർക്ക് ചെയ്യുന്ന ഒരു മേയറും ഇന്ന് വരെ കോർപ്പറേഷൻ കൗൺസിലറായിട്ടോ മേയറായിട്ടോ ഇരുന്നിട്ടില്ല. പലരും ഇരുന്നിട്ടുണ്ട് മേയറായിട്ട്, പല വ്യക്തികളും ഇരുന്നിട്ടുണ്ട്. രാഷ്ട്രീയം നോക്കാതെ പറയാം, ആ നല്ല നല്ല വ്യക്തികളുണ്ടായിരുന്നു. പക്ഷെ അവരാരും ഇരിക്കാനും സമ്മതിക്കത്തില്ല. ഇപ്പോൾ തന്നെ ഇത്രയും നല്ല രീതിയിൽ ചെയ്യുന്ന ഒരു വ്യക്തിയെ തന്നെ ഇരിക്കാൻ സമ്മതിക്കുമെന്ന് ഞങ്ങൾക്കറിയില്ല. പക്ഷേ അഴിമതി നടത്താൻ BJPയിലെ ഒരു കൗൺസിലർമാർക്കും അവസരം കൊടുക്കൂല. വി രാജേഷ് അതിനുള്ള അവസരം വി രാജേഷ് കൊടുക്കൂല. രാജീവ് ചന്ദ്രശേഖരന്റെ നേതൃത്വത്തിലുള്ളതാണ് ഈ ഒരു മേയറും കൗൺസിലറും. ആ വിവിയെ ഇരുത്തിക്കുന്നത് തന്നെ നമുക്ക് ട്രിവാൻഡ്രത്തിന് ഒരു ആദ്യമായിട്ട് നമ്മൾ കാണുന്നൊരു മേയർ ഉണ്ടെന്നറിഞ്ഞു എല്ലാ വ്യക്തികളും. അതുപോലെ തെരുവ് നായ്ക്കളെ ശല്യം വന്നു, മേയർ അവിടെ എത്തി അതിന് പരിഹാരം കണ്ടു. ഇപ്പോൾ ആറ്റുകാൽ പൊങ്കാലയ്ക്ക് അഴിമതി ആരും നടത്തൂല. ഇപ്പോൾ ഇരിക്കുന്ന മേയർമാരും കൈയിട്ട് വാരയില്ല, അഴിമതി നടത്തുകയില്ല. അവർക്ക് കോർപ്പറേഷൻ്റെ പൈസ ആവശ്യമില്ല. അവരെ ഫണ്ട് ഇഷ്ടം പോലെ കിടപ്പുണ്ട്. ആ ഫണ്ട് മാത്രം മതി അവർക്ക് ജീവിക്കാൻ. ഒരു പഴയ അഴിമതിയൊക്കെ തിരുത്തി കുറിച്ചുകൊണ്ടുള്ളൊരു പുതിയ ഭരണം അല്ലെങ്കിൽ പുതിയൊരു നേതൃത്വമായിരിക്കും അല്ലേ ഒരു ഭക്തജനങ്ങളും അല്ലെങ്കിൽ തിരുവനന്തപുരത്തുകാരും കാണാൻ പോകുന്നത്? അതെ, ഇതുപോലൊരു ആറ്റുകാൽ പൊങ്കാല ഇനി ആരും കാണാൻ പോകുന്നില്ല. ഇതുപോലൊരു ആറ്റുകാൽ പൊങ്കാല പൊങ്കാല ഇടാതെ തന്നെ ശുദ്ധീകരണം ചെയ്ത് പൈസ 25 ലക്ഷം 30 ലക്ഷം അടിച്ച് മാറ്റിയതാണ് ആര്യ രാജേന്ദ്രൻ. പക്ഷെ അതിൻ്റെ ഒന്നും ആവശ്യം BJP കൗൺസിലർമാർക്കോ BJP മേയർക്കോ ആവശ്യമില്ല. അതിൻ്റെ ഒന്നും ഏതൊരു ആവശ്യമില്ല. കാരണം ഇപ്രാവശ്യത്തെ പൊങ്കാല ഇവിടെ ഇട്ട് കഴിയുമ്പോൾ അറിയാം ആരാണ് ഇതിൽ ആരാണ് നല്ലത് ചെയ്തത് എന്ന് ജനങ്ങൾ മനസ്സിലാക്കണം. ഇപ്പോൾ റോഡുകൾ കംപ്ലീറ്റ് പണി ചെയ്ത് തീർക്കുകയാണ്. കാരണം പൊങ്കാലക്കാരെ ഒരു കാരണവശാലും വലയ്ക്കാതിരിക്കാൻ വേണ്ടി, ഭക്തരെ ബുദ്ധിമുട്ടിക്കാതിരിക്കാനുള്ള നടപടികൾ നേരത്തെ സ്വീകരിച്ചിട്ടുണ്ട്. ഇപ്പോഴും ഇന്നലെ ഞാൻ വി രാജേഷിനെ കണ്ടതാണ്. രാജേഷ് എന്ന് പറയുന്ന മേയർ, അദ്ദേഹത്തിന് കൊടുങ്ങാണ്ട് ജംഗ്ഷനിലെ കൊടുങ്ങാണ്ട് കിട്ടിയ ഒരു കൗൺസിലറാണ് നമുക്ക്. ആ കൗൺസിലറാണ് മേയറായത്. കൊടുങ്ങാണ്ട് ഹരിയായിരുന്നു അവിടുത്തെ കൗൺസിലർ. അത് കഴിഞ്ഞ് വേറൊരു പെൺകുട്ടിയായി ഇപ്പം വി രാജേഷാണ്. ഈ മേയർ അവിടെ വന്നു, ഇന്നലെ വന്ന് അവിടുത്തെ ആനയെഴുന്നള്ളത്തിൻ്റെ പരിപാടി ഉണ്ടായിരുന്നു. ആ പരിപാടിക്ക് പങ്കെടുത്തു. ഏതൊരാവശ്യം പറഞ്ഞാലും വി രാജേഷ് അവിടെ ഉണ്ട്. ഒരു മേയറുണ്ട്. പിന്നെ പ്രസിഡന്റിൻ്റെ വണ്ടിക്ക് അകമ്പടി പോകുന്ന വണ്ടി ഓവർടേക്ക് ചെയ്ത് പ്രസിഡന്റ് പിറകെ പോകാൻ വേണ്ടി മേയർ പോവില്ല, BJPയുടെ മേയർ പോവില്ല. കാരണം അദ്ദേഹം നല്ലൊരു വ്യക്തിയാണ്. ആ വ്യക്തിത്വം അങ്ങേര് ഇന്നും കാത്തു സൂക്ഷിക്കുകയാണ്.